Welcome back to another crash class for state students conducted by Archana Study Center. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ ചില ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളും അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യല്ല, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ചില കൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so നമ്മൾ പഠിക്കുന്നത് if you join the ends of any arc in a circle you will get a half of the central angle. അതായത് ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് സെന്റർ, ഈ സെന്റർ ഉണ്ട്, നമുക്കറിയാം സർക്കിൾ ഉണ്ട്, സെന്ററിൽ നിന്ന് ഏതെങ്കിലും സർക്കിളിലെ രണ്ട് പോയിന്റ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇഫ് ദ സെൻട്രൽ ആംഗിൾ ഈസ് തീറ്റ, ഈ സെൻട്രൽ ആംഗിൾ ഈസ് തീറ്റ, അതേ രണ്ട് പോയിന്റ് എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്, ദാറ്റ്സ് ആർക്ക് ലെങ്ത് ഈസ് എ ഒ ബി, അതേ രണ്ട് പോയിന്റിൽ നിന്ന് സർക്കിൾസിന്റെ ഏത് പോയിന്റിലേക്ക് വരച്ചുണ്ടാക്കുന്ന ആംഗിളിനും ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ബൈ 2 ആയിരിക്കും. അതായത് ഈ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഈ രണ്ട് പോയിന്റ്സിന് ഇനിയും നമുക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ there is another angle മേക്ക് ചെയ്യേണ്ട, ഇതും എന്താണ് തീറ്റ ബൈ 2 ആയിരിക്കും. അതുപോലെ വേറൊരു പോയിന്റിലേക്ക് നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, ഇതിന്റെ ആംഗിളും എന്തായിരിക്കും തീറ്റ ബൈ 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ത് വരുന്നത്, ഹാഫ് ഓഫ് ദി ആർക്കിൽ നിന്നുണ്ടാക്കുന്ന സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന മറ്റേത് ആംഗിൾസും സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സർക്കിളിന്റെ ആർക്ക് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, ദിസ് ആംഗിൾ ഈസ് 40, then AB. And what about the angle made by this? എളുപ്പമാണ് അല്ലേ, ഇതെന്തായിരിക്കും നിങ്ങൾക്ക് 20 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്നായിരുന്നു കൺസെപ്റ്റ്. ഈ സെൻട്രൽ ആംഗിൾ 40 ആണെങ്കിൽ ഈ ആർക്ക് ഉണ്ടാകുന്ന ഈ പോയിന്റ്സ് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും, സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും എന്തായിരിക്കും, ഇതിന്റെ ഹാഫ് ആയിരിക്കും. ഇതും എന്തായിരിക്കും, ഇതിന്റെ ഹാഫ് ആയിരിക്കും, 20 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതും. കൺസെപ്റ്റ് ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. നമുക്കറിയാലേ സെമി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ പകുതിയാണ്. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ, ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് ആണ് വരും അല്ലെ, എ ബി എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ് ആണ്. ഇതൊരു ആർക്കാണ്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 180 ആണ് അല്ലെ, 180 ഡിഗ്രി ആണ് വരുന്നത്, സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും, ഈ പോയിന്റിൽ നിന്നുള്ള എല്ലാ ആംഗിൾസും എന്തായിരിക്കും, 180ന്റെ പകുതിയായ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതായത് സെമി സർക്കിളിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസും വാട്ട് എവർ ദ ആംഗിൾ മെയ്ഡ് ബൈ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയിരുന്നു. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്, 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് അതിന്റെ ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ ഒരു കൺസെപ്റ്റ് പഠിച്ചു അല്ലേ, സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്താണ്ടാവുക, ആ ആർക്കിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദി ആംഗിൾസ്. നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, ഈ രണ്ട് ആംഗിൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ ഫിഗർ കണ്ടാൽ തന്നെ ക്ലിയർ ആണ് അല്ലെ. നമുക്കൊരു AMBയുടെ സെൻട്രൽ ആംഗിൾ ആയ 240 തന്നിട്ടുണ്ട്. AMBയുടെ സെൻട്രൽ ആംഗിൾ ആയ 240 തന്നിട്ടുണ്ട്. മറ്റ് രണ്ട് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, AB എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് രണ്ട് ആർക്കായിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് AMBയും ANB ആണ് രണ്ട് ആർക്ക് ലെങ്ത് ആയിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ AMBയുടെ സെൻട്രൽ ആംഗിൾ ആണ് എന്ത് വരുന്നത്, 240 എന്ന് പറയുന്നത്. AMB എന്ന് പറയുന്ന ഈ ആർക്ക് ലെങ്ത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് വരുന്നത് 240 എന്ന് പറഞ്ഞവർ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ AMBയിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ എന്തായിരിക്കും, ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ, 120 ആയിരിക്കും ആംഗിൾ വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ത് വരുന്നത്, ആ ആർക്കിൽ നിന്നുണ്ടാക്കുന്ന ബാക്കി എല്ലാ ആംഗിൾസും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അത് പ്രകാരം നമുക്ക് ഈ AMBന്റെ ഈ ആംഗിൾ എന്ത് പറയാം, 120, 240യുടെ പകുതി പറയാം. ഇനി വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ അല്ലെ, ആ ആംഗിൾ മെയ്ഡ് ചെയ്യുന്നത്
ഈ ANB എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ 360 ടോട്ടൽ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? 360 ഡിഗ്രിയാണ് അല്ലെ? ഒരു റൊട്ടേറ്റ് ചെയ്യാൻ 360 ഡിഗ്രിയാണ്. 360 മൈനസ് 240 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ആയിരിക്കും. ഇപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 120 ആണ് അല്ലെ? അതായത് ANB എന്ന് പറയുന്ന ആർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? 120 ആണ്. അപ്പൊ ഇതിന്റെ പകുതി ആയിരിക്കും എന്ത് പറയാ? ഈ ആംഗിൾ വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ ഒരു ആംഗിളിന്റെ പകുതിയാണ് എന്ത് വരുന്നത്? ഈ ANBയുടെ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും. സോ ആ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ കൺസെപ്റ്റ് വെച്ചുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി വിത്തിൻ എ സർക്കിൾ. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ വെറുതെ വരച്ചാൽ പോരാ, ട്രയാങ്കിൾ സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണേ നമുക്കൊന്നും കുഴപ്പമില്ല അല്ലെ? ഒരു സൈഡ് വരയ്ക്കുന്നു, അവിടുന്ന് 50 ഡിഗ്രി വരയ്ക്കുന്നു, അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് 60 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലെ? നമുക്കത് വരയ്ക്കണതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കണം. ഓക്കെ, അപ്പൊ എന്ത് തന്നെ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റേഡിയസ് ഒരു 4 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ കൺവീനിയന്റ് ആയ ഒരു റേഡിയസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം. സെൻട്രലിൽ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കും. സർക്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് വരണം? ഇതിന്റെ ഒക്കെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ വരുന്നത് അല്ലെ? 50 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ വരിക. 60 ഡിഗ്രിയുടെ ഡബിൾ ആണ് സെൻട്രൽ ആംഗിൾ വരിക. സർക്കിളിൽ വരുമ്പോൾ 70 ഡിഗ്രിയുടെ ഡബിൾ ആണ് എന്ത് വരുന്നത്? സെൻട്രൽ ആംഗിൾ വരും അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ സർക്കിൾ ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് ഇതിന് ചുറ്റുമുണ്ടെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രൽ ആംഗിളുകളൊക്കെ എന്തായിരിക്കും? ഓക്കെ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? 140 ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അതായത് ഈ ഒരു ആർക്കിന്, ഇതൊരു ആർക്കാണല്ലോ, ഈ ആർക്കിളിന് ഒരു സെൻട്രൽ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് 70 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 140 ആയിരിക്കും അല്ലെ? അതുപോലെ നമ്മൾ ഇതൊരു കോഡാണ് അല്ലെ? ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഇത് വരും അല്ലെ? കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റും കൂടി ആംഗിൾ ചെയ്യുന്നതായിരിക്കും സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ? സെൻട്രൽ ആംഗിൾ എന്ത് വരണം? അപ്പൊ എന്ത് വരും? ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ് വരുന്നത്? ഓക്കെ, ഈ കോഡിൽ നിന്ന് ഉണ്ടാക്കുന്ന രണ്ട് പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ നിന്നും വരുന്ന രണ്ട് ആംഗിൾസ് 50 ആണ് അല്ലെ? അപ്പൊ 50ന്റെ ഇരട്ടിയായ 100 ആണ് എന്ത് വരിക? ഇതിന്റെ സെൻട്രൽ ആംഗിൾ വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതുപോലെ ഇതൊരു കോഡാണ് അല്ലെ? ഈ കോഡ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഡ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ കോഡിൽ നിന്നുണ്ടാവുന്ന ഒരു ആംഗിൾ ആണല്ലോ 60 ഡിഗ്രി. നോക്കൂ, ഇതേ പോയിന്റിൽ നിന്ന് വരുന്ന ഒരു ഇതാണല്ലോ 60 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണ്. 60 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ 60 ഡിഗ്രിയുടെ ഇരട്ടി ആയിരിക്കും എന്ത് വരിക? ഇവിടെ വരുന്നത്. അതായത് 120 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഏതെങ്കിലും ഒരു റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കും. ഞാൻ റഫ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. അതിൽ നിന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് 100 ഡിഗ്രി നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ആംഗിൾ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 140 എടുത്തതിന് ശേഷം മറ്റൊരു സൈഡ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കി വരുന്നത് എന്തായിരിക്കും? 120 ആയിരിക്കും. ടോട്ടൽ ആംഗിൾ എത്ര വന്നു? 360 വന്നു. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് കിട്ടി. നമുക്ക് കോഡ്സിന്റെ 3 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്തു. ജസ്റ്റ് പേര് കൊടുക്കുക. ABC എന്ന് പേര് കൊടുക്കുക. ഇത് 140 സെൻട്രൽ ആംഗിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇത് 100 ഡിഗ്രിയാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും വരിക? 50 ഡിഗ്രിയുള്ള ആംഗിൾ ആയിരിക്കും വരിക. ഇത് 20 ആണ് നമ്മുടെ എന്ത് വരുന്നത്? സെൻട്രൽ ആംഗിൾ വരുന്നത്. പോയിന്റ് CA ആണ്. അതിന്റെ ഈ ഉണ്ടാക്കുന്ന ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 120യുടെ പകുതിയായ 60 ആയിരിക്കും. നോക്കൂ, ഈ ട്രയാംഗിൾ സർക്കിളിന്റെ ഉള്ളിലായി ആംഗിൾസ് എന്തൊക്കെയാണ്? 70, 60, 50. ഇതിന്റെ ലോജിക് ക്ലിയർ ആണെന്ന് കരുതുന്നു. നിങ്ങൾ കോമ്പസും പ്രൊട്രാക്ടറും യൂസ് ചെയ്തിട്ട് വരയ്ക്കേണ്ടതാണ്. വരയ്ക്കേണ്ട മെത്തേഡ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ,
മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. ഇതിലത്തെ ഈ ക്ലോക്കിന്റെ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ക്ലോക്കില് 1, 8, 4 എന്നീ നമ്പേഴ്സിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയാം, ഈ ക്ലോക്ക് എന്ന് പറയുന്നത് 3 സർക്കിൾ ആണല്ലോ അല്ലെ. തന്നിരിക്കുന്ന ക്ലോക്ക് സർക്കിൾ ആണ്. അപ്പൊ എത്ര ഉണ്ടാവും? ടോട്ടൽ എന്തുണ്ടാവും? സെൻട്രൽ ആംഗിൾ 360 ഡിഗ്രി ആണ് ഉണ്ടാവുക. ഇനി ക്ലോക്കിലെ ഈ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 12 നമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലെ. 1, 2, 3 മിനിറ്റ്സിൽ വരുമ്പോൾ 12 നമ്പേഴ്സ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്ലോക്കിൽ. അപ്പോൾ 360നെ നമുക്ക് ഓരോ 5 മിനിറ്റും എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യണത് നമുക്ക് നോക്കാം. അതായത് 12നും 1നും ഇടയിൽ എത്ര ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉണ്ടാകുന്നുണ്ട്, അതായത് അതുപോലെ 1നും 2നും ഇടയിൽ, അതായത് ആ 5 മിനിറ്റ് ടൈമിൽ എത്ര സെൻട്രൽ ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ടോട്ടൽ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ വരുന്നത് 360 ഡിഗ്രിയാണ്. അതിനെ എത്ര പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 12 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് നോക്കി നോക്കാം. 360 ഡിവൈഡഡ് ബൈ 12 എത്രയാണ് വരുന്നത്? 30 ആണ് നമുക്ക് ആംഗിൾ വരുന്നത്. 12 into 3 ആണ് 36 30 വരും അല്ലെ. അതായത് ഇതിന്റെ മീനിങ് എന്താ? ഒരു 12നും 1ന്റെയും ഇടയിൽ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിപ്പോ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, സർക്കിളിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഓരോ 5 മിനിറ്റ്സിന്റെ ഇടയിലുള്ള സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഇനി കാണാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോഡ്സ് ആയിട്ട് നമുക്ക് ഇമേജിൻ ചെയ്യാം അല്ലെ. അപ്പൊ ഇതിന്റെ ആംഗിൾ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് എടുക്കാം. ഇവിടെ സെൻറ്റർ ആണ്, ഇതൊരു സെൻട്രൽ ആംഗിൾ എടുത്തു. ഓക്കെ, സെൻട്രൽ ആംഗിൾ എടുത്തത് ഞാൻ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തു. സർക്കിളിന്റെ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ആർക്ക്, ഈ കോഡ് ഉണ്ടാക്കുന്നത് എത്രയാണ്? നോക്കിക്കേ, ആംഗിൾ എത്രയാണ്? 5 മിനിറ്റ്സ് 10, 15 അല്ലെ. 15 മിനിറ്റ്സ് ആണ് വരുന്നത്. ഓരോ 5 മിനിറ്റ്സും 30 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ എത്ര വരും? 30 + 30 + 30 90 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? ഇതിന്റെ സെൻട്രൽ ആംഗിൾ വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. 90 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് എന്ത് വരുന്നത്? ഈ ആംഗിൾ വരുന്നത് അല്ലെ. ഇതിന്റെ ഈ ഒരു കോഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് ഇത്. അപ്പൊ അത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും, പകുതി ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. അപ്പൊ നമ്മൾ ഒരു ആംഗിൾ കണ്ടെത്തിട്ടോ, 45 ഡിഗ്രിയാണ് ഈ ആംഗിൾ വരുന്നത് അല്ലെ. ഓക്കെ, അതായത് ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. 45 എഴുതി വെച്ചിട്ടുണ്ട്. 45 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ നോക്കി നോക്കൂ. 4നും 5ന്റെ ഇടയിൽ 30, 5നും 6നും ഇടയിൽ 30, 6നും 7ന്റെ ഇടയിൽ 30, 7നും 8നും ഇടയിലും 30 അല്ലെ. അപ്പൊ 4 ടൈംസ് 30 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 120 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ആംഗിൾ എത്രയാണ് നമുക്ക് വരുന്നത്? 120 ആണ് വരുന്നത് അല്ലെ. സെൻട്രൽ ആംഗിൾ 120 ആണ്. അപ്പൊ ഈ കോഡ് മേക്ക് ചെയ്യുന്ന മറ്റൊരു ആംഗിൾ എത്രയാണ്? ഇതാണ് അല്ലെ. ഈ ഒരു കോഡിൽ നിന്ന് വരുന്ന മറ്റൊരു ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ ആണ് വരുന്നത്. അപ്പൊ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു വലിയ ആംഗിൾ ആണ് അല്ലെ. ഇതിന്റെ ഇടയിൽ നോക്കിക്കേ, 1, 2, 3, 4, 5 ടൈംസ് ആണ് 5 മിനിറ്റ്സിന്റെ വരുന്ന ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. 5 into 30 എത്രയാണ് വരുന്നത്? 150 ആണ് വരുന്നത്. ഈ സെൻട്രൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 150 ഡിഗ്രിയാണ്. ഈ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഈ ഒരു കോഡ് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് എന്ത് പറയുന്നത്? ഇത് അല്ലെ. അപ്പൊ അതെന്തായിരിക്കും? അതിന്റെ പകുതി, 150ന്റെ പകുതി എത്രയാണ്? 75 ആയിരിക്കും. ഓക്കെ, 75 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മളിത് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 75 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇവിടെ എന്താ വരുന്നത്? 1 ആണ് വരുന്നത് അല്ലെ. ഇവിടെ 1 ആണ് വരുന്നത് അല്ലെ. ഇവിടെ എത്രയാണ്? 4 ആണ് വരുന്നത്. ഇവിടെ 8 ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ബാക്കി 2, 3 ഉണ്ട്. ഇവിടെ 5, 6, 7, 8 ഉണ്ട്. 9, 10, 11, 12 ഉണ്ട് അല്ലെ. ഇങ്ങനെ ഒരു സർക്കിളിന്റെ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ 60,
75, 45 ആണ്. അങ്ങനെ നമുക്ക് ഈ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ച സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ത് വരുന്നത്, ആ കോഡിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും. ആ ഒരു ലോജിക്ക് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോയിന്റ് സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ആ കോഡിൽ നിന്ന് മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിൾസും എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. സിമ്പിൾ ആയത് ഡിസ്കസ് ചെയ്തു, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയത് ഡിസ്കസ് ചെയ്തു, ഒരെണ്ണം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ പുതിയ കൺസെപ്റ്റുകളായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.